യുകെയിൽ ആമസോണിൽ കയറി പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഗവൺമെന്റ് ജോലി കിട്ടുന്നതിന് തുല്യമാണ്. ഹൈ ഫോക്സ്, ദിസ് ഇസ് യൂണിവേഴ്സ്. രാവിലെ തന്നെ ജെഫ് ബസോസിന് കുറച്ച് കാശുണ്ടാക്കി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആൻഡ് യെസ്, ഐ എം വർക്കിംഗ് ഇൻ ആമസോൺ. മാളുവിന് ഇന്ന് ഓഫാണ്, സോ വൈകിട്ട് നല്ല ഫുഡ് കഴിക്കാം. എന്നും വൈകിട്ട് ഫ്രോസൺ ചപ്പാത്തി ചൂടായി കഴിച്ച് മടുത്തു. കാണുമ്പോൾ കുറച്ച് സണ്ണി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും 15 ഡിഗ്രി ഉള്ളൂ, ചെറിയ തണുപ്പുണ്ട്. നമ്മളെ പിക്ക് ചെയ്യാൻ ആളെത്തി. സോ മീറ്റ് സാം. സാം തൃശ്ശൂരുകാരനാണ്. EMA4 ജോയിൻ ചെയ്ത് അന്ന് തന്നെ പരിചയപ്പെട്ടാണ് സാമിനെ. അപ്പോഴാണ് അറിഞ്ഞത് സാം ഞങ്ങളുടെ നെയ്ബറായിരുന്നു എന്ന്. ഞങ്ങൾ മൊത്തം 5 പേരുണ്ട്. അതിൽ മൂന്നാമത്തെ ആളെയാണ് വിളിക്കാൻ വന്നിരിക്കുന്നത്. ഇതാണ് ആലിയ. കാണാൻ ഹിന്ദിക്കാരിയെ പോലെ ഉണ്ടെങ്കിലും ആലിയ ഒരു തമിഴത്തെയാണ്. ചെന്നൈയിലാണ് ആലിയയുടെ വീട്. പക്ഷേ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഭാഷ ആലിയ സംസാരിക്കും. ഞങ്ങളെല്ലാവരും കോവൻട്രിയിലാണ് താമസിക്കുന്നത്. എല്ലാ ഗ്യാങ്ങിലും ഒരു വെകിളി ഉണ്ടാവാറില്ലേ, ആ വെകിളിനെയാണ് ഇപ്പോൾ വിളിക്കാൻ പോണത്. ദേ ഇറങ്ങി വരണം. ഇതാണ് ആള് ഗൗരി, സ്ട്രൈറ്റ് ഫ്രം തിരുവനന്തപുരം. ഗൗരി ഇവിടെ YPS എത്തിയതാണ്. YPS ഒക്കെ കിട്ടുന്ന ആളുകളുണ്ടെന്ന് ഗൗരിയെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൂട്ടത്തിൽ അവസാനത്തെ ആൾ സിറ്റിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. മീറ്റ് സുനിഷ. സുനിഷ കണ്ണൂരിൽ നിന്നാണ്. ഞങ്ങൾ ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്തതാണ് EMA4. കോൺട്രാക്ട് ഏപ്രിൽ 25 വരെ ഉള്ളായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എല്ലാവർക്കും എക്സ്റ്റൻഷൻ കിട്ടി. സുനിഷ ഒഴിച്ച് വേറെ എല്ലാവരും ഞാൻ EMA4 വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. സുനിഷ എൻ്റെ കൂടെ റഗ്ബി ആമസോണിൽ ഒരുമിച്ചുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആമസോണിൽ കയറി പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഗവൺമെൻറ് ജോലി കിട്ടുന്നതിന് തുല്യമാണ്. ഞാൻ എക്സാജറേറ്റ് ചെയ്തതല്ല, ഒരിക്കലെങ്കിലും അപ്ലൈ ചെയ്യാൻ ഇരുന്നിട്ടുള്ളവർക്കറിയാം അത് കിട്ടാനുള്ള പാട്. എനിക്ക് തന്നെ 4 തവണ ട്രൈ ചെയ്തിട്ടാണ് ഫെബ്രുവരിയിലെങ്കിലും കിട്ടിയത്. ഇനി ഒരു 7.5 മണിക്കൂർ അതിനകത്ത് നിന്നോണ്ടുള്ള യുദ്ധമാണ്. ഇതിൻ്റെ അകത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് അഡാപ്റ്റ് കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലർ ചെയ്ത് കാണിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ പണി. ഞാൻ പിക്കിങ്ങിലാണുള്ളത്. ഞാനും സുനിഷയും ആലിയും പിക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സാമും ഗൗരിയും AF ഇൻഡക്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ പിക്ക് ചെയ്യുന്ന സാധനമല്ല അവർക്കാണ് ചെല്ലുന്നത്. പിക്ക് ചെയ്ത് ബോറടിക്കുമ്പോൾ ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് പോയി പുറത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കും. ഉച്ച കഴിഞ്ഞ് 2:30 നമ്മുടെ ബ്രേക്ക്. അകത്ത് ക്യാൻറ്റീനിൽ സൈഡ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിന്ന് പുറത്തിരിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് തികഞ്ഞിട്ട് ഇപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 6:30 ഷിഫ്റ്റ് കഴിഞ്ഞു. വാഷ്റൂമിൽ പോയ ഗൗരിയും കാത്തുള്ള ഇരിപ്പാണ് ഈ കാണുന്നത്. അതേ വരണം. വെനസ്ഡേ ടു സൺഡേ 11 to 6:30 ഞങ്ങളുടെ നോർമൽ ഷിഫ്റ്റ്. അതായത് സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. വെയിൽ കണ്ടില്ലേ. UK വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ സമ്മറാണ്. തിരിച്ചു പോകുന്ന മെയിൻ റോഡിൽ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതാണ് വെയ്സ് പറയുന്നത്. അതുകൊണ്ടൊരു ഷോർട്ട് കട്ട് പിടിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് ഈ റൂട്ട് പിടിക്കാറില്ലാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിലെ വരുന്നത്. ഇതിലെ ആദ്യമായിട്ട് വന്ന ദിവസം തൊട്ടേ പറയാൻ തുടങ്ങിയാണ് എന്തെങ്കിലും ഇവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. പക്ഷെ ഇന്നേ വരെ അറിഞ്ഞിട്ടില്ല. ഇന്ന് വെനസ്ഡേ വീക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ആർക്കും വലിയ ക്ഷീണമൊന്നുമില്ല. ആദ്യം സുനിഷ ഡ്രോപ്പ് ചെയ്തു, ദെൻ ഗൗരി. ആലിയെ ഡ്രോപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, അതിന് മുമ്പ് ആലി ഓടിക്കളഞ്ഞു. അങ്ങനെ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. ഇതാണ് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ്. സാം നേരെ ഓപ്പോസിറ്റ് ബ്ലോക്കിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ സമയം 7:30. സോ സീ യു അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.